ഹലോ, ഇന്ന് ഞായറാഴ്ച, ഡേറ്റ് എത്ര? 19th ജാനുവരി. പള്ളിയിലെല്ലാം പോയി കഴിഞ്ഞ് വന്നപ്പോൾ കുറച്ച് ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാമെന്നാണ് ഇന്ന് ഞാനിവിടെ വിചാരിച്ചിരിക്കുന്നത്. ഞാനും മകനും മാത്രമേ ഉള്ളൂ വീട്ടിൽ. പിന്നെ അതിൻ്റെ കുറച്ച് ടേസ്റ്റെല്ലാം വന്നാൽ 2 പട്ടികളുണ്ട്, ബ്രൂണോ ആൻഡ് ടോമി. അവർക്കും കുറച്ച് കൊടുക്കാമല്ലോ, ബിരിയാണി പോലെ വെച്ചിട്ട്. അതുകൊണ്ട് ഇന്ന് കുറച്ച് ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ആദ്യമായിട്ട് ഉള്ളിയും വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം തൊലിച്ച്, ഈ തൊലി കളയേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് കാടിക്കകത്തോ കഞ്ഞിവെള്ളത്തിനകത്തോ എന്തിലെങ്കിലും ഞാൻ തലേ ദിവസം ഇതുണ്ടാക്കി അപ്പോൾ അതിനകത്തോട്ടങ്ങ് ഇട്ടേക്കും. ഇട്ട് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം പച്ചക്കറിക്ക് കൊണ്ട് ഒഴിക്കും. ഒരു നല്ല വളമാണ്. ഇനി ആദ്യമായിട്ട് ഞാൻ ചിക്കനുള്ള സാധനങ്ങളെല്ലാം ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഉള്ളി ഒരു 1.5 കിലോ ഇറച്ചിയാണ്, ബീഫാണ് ഞാൻ വെക്കുന്നത്. അതിന് ഞാനൊരു 4 ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്, അത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളക്, കുറച്ച് കരിയാപ്പില, പിന്നെ ഒരു 3 ടൊമാറ്റോ ഇങ്ങനെ സ്ക്രാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, പച്ചമുളക്, അതൊക്കെ നമ്മുടെ ആവശ്യത്തിന് നമുക്കിടാം. ഇഞ്ചി, പച്ചമുളക് ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിനകത്ത് ഇടുന്നത് കുറച്ച് തേങ്ങാക്കൊത്ത്. ആ തേങ്ങാക്കൊത്തെന്ന് പറയുന്നത് നമ്മുടെ സാധാരണ പഴയ രീതിയിലുള്ള സ്റ്റൈലിലല്ല, ഇത്രയും നീളത്തിലാണ് ഞാൻ ആക്കി വെച്ചിരിക്കുന്നത്. കനം കുറച്ച് ഇതുപോലെ നീളത്തിൽ, എന്താണെന്ന് വെച്ചാൽ കടിക്കേണ്ടവർക്ക് ഇച്ചിരി വലിപ്പത്തിലെടുത്ത് തന്നെ കടിക്കാൻ പറ്റുന്ന രീതിയിലാണ്. കാരണം എനിക്കതാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ അതങ്ങനെ നീളത്തിലരിഞ്ഞ് വെച്ചിരിക്കുന്നത്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. പിന്നെ മസാലകൾ ഞാൻ ഇടുമ്പോഴത്തേക്ക് ഞാൻ ഓരോന്ന് പറഞ്ഞിട്ട് ഇട്ട് തരാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. പിന്നെ സ്റ്റൗ കത്തിക്കുക. അതിലേക്ക് ഞാൻ ഉപയോഗിക്കുന്നതെല്ലാം സൺഫ്ലവറാണ്. വെളിച്ചെണ്ണയാണ് എല്ലാവർക്കും ഇപ്പോൾ ഇഷ്ടം, പക്ഷേ ഞാൻ വെളിച്ചെണ്ണ അങ്ങനെ അധികം ഉപയോഗിക്കാറില്ല. അവിയലിന് ചില മെഴുക്ക് വരട്ടിക്ക് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. കുറച്ചെണ്ണ ഒഴിക്കുക. ഒരു സ്പൂൺ എണ്ണ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ ബീഫിനകത്ത് തേങ്ങാക്കൊത്തിനകത്തും കൂടെ ഇറങ്ങുന്ന എണ്ണ മതി ശരിക്കും ഈ ബീഫ് ഉണ്ടാക്കി. ബീഫ് ഞാൻ ഇവിടെ പ്രഷർ കുക്കറിനകത്ത് നേരത്തെ തന്നെ നല്ലപോലെ കഴുകിയിട്ട് കുറച്ച് 1.5 കിലോ ബീഫ്, അതിനകത്ത് കുറച്ച് കുരുമുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, ഇത്രയും മാത്രം ഇട്ടിട്ട് ഞാനിങ്ങനെ വേവിച്ച് വെച്ചിരിക്കുക. നല്ലപോലെ വേവിച്ച് വെച്ചിരിക്കുക. പക്ഷേ അതിനകത്ത് വെള്ളമുണ്ട്. ആ വെള്ളം ഞാൻ നമ്മുടെ റോസ്റ്റിന് ഉപയോഗിക്കത്തില്ല. ആ വെള്ളം ഞാൻ എടുത്തിട്ട് അതും അരി കഴുകിയതും പട്ടിക്കിടാനുള്ള ഒരു ചവുണ്ട്, അതെല്ലാം കൂടി ഇട്ടിട്ട് ബിരിയാണി പോലെ വെച്ചിട്ടാണ് പട്ടിക്ക് കൊടുക്കുന്നത്. പട്ടി തിന്നട്ടെ അതിൻ്റെ സോപ്പ്, നമുക്കത് കഴിക്കേണ്ട ആവശ്യമില്ല. എണ്ണ ചെറുതായിട്ട് ചൂടായി. അപ്പോൾ അതിനകത്തേക്ക് ആദ്യമേ തേങ്ങാക്കൊത്തിട്ട് ഒന്ന് ഒരുപാടൊന്നും ബ്രൗൺ ആവണ്ട, ഒരുമാതിരി ചെറിയ ബ്രൗൺ ആകുന്നത് വരെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. അതിൻ്റെ അടപ്പ് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ മൂടി വെച്ചേക്കാം, ചെറിയ തീയിൽ വെച്ചാൽ മതി. തേങ്ങ ഏകദേശം ഇതുപോലെ മൂത്താൽ മതി, ഒരുപാട് മൂത്താലേ കരിഞ്ഞു പോകും. ഉടനെ നമുക്ക് ഉള്ളി ഇടാം. സവോള ഞാനൊരു 4 സവോള മീഡിയം സൈസാണ് എടുത്തിരിക്കുന്നത്. അത് ഇട്ട് നല്ലപോലെ ഇളക്കി ഒരുമാതിരി വഴന്ന് വരണം. അതിൻ്റെ കൂട്ടത്തിൽ ഇത്തിരി ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് വഴന്ന് കിട്ടും. ഇനി അത് ചെറിയ തീയിൽ വെച്ചിട്ട് ഇങ്ങനെ അടച്ചു കൊടുത്താൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയാൽ മതി. ഇളക്കുമ്പോഴത്തേക്ക് അത് നല്ലപോലെ വഴന്ന് കിട്ടും. നമ്മുടെ സവോള ഏകദേശം ഒന്ന് ചെറുതായിട്ട് വഴന്നിട്ടുണ്ട്. അത്രയും മതി, ഒരുപാടങ്ങ് വഴലിൻ്റെ ആവശ്യമില്ല. ഇത്രയും ഒന്ന് വഴന്ന് കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് ഞാൻ അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റല്ല, ജസ്റ്റ് ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ, അതങ്ങോട്ട് ഇട്ടിട്ട് അതും കൂടെ ഒന്ന് ഇളക്കി അതിൻ്റെ മണമൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക.
അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പച്ചമുളകും കരിയാപ്പിലയും ഇടാം. ഞാൻ ഒരു 3 പച്ചമുളക് മുറിച്ചാണ് വെച്ചിരിക്കുന്നത്. ആവശ്യമുള്ളവർക്ക് കൂടുതൽ വേണമെങ്കിൽ ഇടാം, കുറയ്ക്കേണ്ടവർക്ക് കുറയ്ക്കാം. കാരണം ഇനി അരപ്പിലിടുന്നത് കൊണ്ട് എരിവ് വേണ്ടിയവർക്ക് എരിവ് കൂടുതൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ചേർക്കാം. ഇപ്പോൾ ഒരുമാതിരി എല്ലാം ഒന്ന് കിടന്ന് പച്ചമുളകൊക്കെ ഒന്ന് മാറും. ഇനിയിപ്പം നമുക്കിതിനകത്ത് ടൊമാറ്റോ ഇങ്ങനെ ഞാൻ അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്, അതും കൂടെ അതിൻ്റെ കൂടെ ചേർക്കാം. ഇനി ഒരു കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചിരുന്നാൽ ആ ടൊമാറ്റോയുടെ വെള്ളമയം എല്ലാം പറ്റി ടൊമാറ്റോയുടെ ആ പച്ച ചുവയെല്ലാം ഒന്ന് മാറി ഒന്ന് ഇച്ചിരി ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് ആണ് നമ്മൾ അരപ്പ് ചേർക്കേണ്ടത്. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ഉള്ളിയും ടൊമാറ്റോയും എല്ലാം ഏകദേശം ഒന്ന് വഴന്നിട്ടുണ്ട്. ഇത്രയും മതി. അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വന്നു. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടിയ മസാല ഇടാം. ആദ്യമായിട്ട് ഞാൻ ഇടുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഓൾറെഡി ബോയിൽ ചെയ്തപ്പോൾ അതിനകത്ത് ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇടുന്നത് കാശ്മീരി ചില്ലി പൗഡർ. ഇത് അരപ്പുകളെല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിടാം. ഞാനിപ്പോൾ എൻ്റെ ഇതനുസരിച്ചിട്ട് ഒരു വലിയ ടീസ്പൂൺ മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ മല്ലിപ്പൊടി വേണ്ടിയവർക്കിടാം, വേണ്ടാത്തവർക്കിടണ്ട. ഞാൻ സാധാരണ ചെറിയ ടീസ്പൂണിനകത്ത് 2 സ്പൂൺ ഇടും. പിന്നെ അതിൻ്റെ കൂടെ ഇടുന്നത് കുറച്ച് ഗരം മസാലയും ഒരു ടീസ്പൂൺ മാത്രം, ഒരു ടേബിൾ സ്പൂൺ അല്ല, ടീസ്പൂൺ മാത്രമേ ഞാൻ ഇടാറുള്ളൂ. പിന്നെ അതിൻ്റെ കൂടെ ഇതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് തീ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ അരപ്പിടുമ്പോൾ പ്രത്യേകിച്ച്. ഇനി അതിൻ്റെ കൂടെ കുറച്ച് കുരുമുളക് പൊടി. നേരത്തെ കുരുമുളക് പൊടി ഇട്ടെന്നെങ്കിലും എനിക്ക് കുരുമുളക് പൊടി ഇടുന്നതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് ഞാനതൊരു ചെറിയ 4 ടീസ്പൂണിൻ്റെയാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ എനിക്കിവിടെ ഞാൻ സാധാരണ മട്ടൻ മസാല അങ്ങനെ ഉപയോഗിക്കാറില്ല. പക്ഷേ ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം ഇടയ്ക്ക് കുറച്ച് മട്ടൻ മസാല ഇടും. അത് ഒരു 4 ടീസ്പൂൺ മതി. ഇത്രയും മസാലകളാണ്. അത് ചെറിയ തീയിൽ വെച്ചിട്ട് നമ്മൾ കുറച്ച് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ മസാല ഒന്ന് വേകും. എൻ്റെ മണം, പച്ചമണം എല്ലാം, മല്ലിപ്പൊടിയൊക്കെ വറുത്ത് പൊടിച്ച് വെച്ചതാണെങ്കിലും എല്ലാം ഞാൻ വീട്ടിൽ വറുത്ത് പൊടിച്ചതാണെങ്കിലും ചിലപ്പോൾ അതിന് മണം കുറച്ച് കാണും. അതുകൊണ്ട് അതിൻ്റെ മണമെല്ലാം ഒന്ന് മാറി വരണം. കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം. ഇതെല്ലാം ചെറിയ തീയിൽ വേണം ചെയ്യാൻ, ഇല്ലെന്നുണ്ടെങ്കിൽ അരപ്പും എല്ലാം കരിഞ്ഞു പോകും. കമൻറ്റ് ഇട്ടേക്കണം. അത് തിരുത്തി എനിക്ക് അടുത്ത പ്രാവശ്യമൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ കുറേ തമാശകളും കാര്യങ്ങളും എൻ്റെ മണ്ടത്തരങ്ങളും എല്ലാം എനിക്ക് പറയാനുണ്ട്. അതൊക്കെ അടുത്തടുത്താണ് വരുന്ന വീഡിയോകൾക്കകത്ത് ഞാൻ ഇടാൻ ശ്രമിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റ് വരും. പിന്നെ എനിക്ക് ഒരുപാട് സംസാരിച്ച ആൾക്കാരെ ബോറടിക്കുന്ന ഇഷ്ടമില്ല. കാരണം പലരുടെയും കുക്കിങ്ങിനകത്ത് ഒരുപാട് നീണ്ടുപോകുന്നു, അങ്ങനെ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വളരെ ചുരുക്കിയേ പറയാറുള്ളൂ. പിന്നെ ഞാൻ ആരാന്ന് ആർക്കും മനസ്സിലായില്ല. ഞാൻ മമ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർക്ക് മമ്മിയാണ്. പക്ഷേ അബുദാബിയിലെ മിക്കവാറും എന്നെ അറിയുന്നവരെല്ലാവരും എന്നെ അബുദാബി മമ്മി എന്നാണ് വിളിക്കുന്നത്. ബാംഗ്ലൂരാണെന്നൊക്കെ എല്ലാവരും എന്നെ ബാംഗ്ലൂർ മമ്മി എന്നാണ് വിളിക്കുന്നത്. ഇപ്പം നാട്ടിൽ വന്നപ്പോൾ നാട്ടിലെ എന്നെ കേരള മമ്മിയാണ്. അതുകൊണ്ട് എല്ലാവരും എന്നെ മമ്മി എന്ന് വിളിക്കുന്നതാണ് എനിക്ക്. ആ വെള്ളമയം എല്ലാം ഒന്ന് പറ്റി. ഇനി അതിനകത്തോട്ട് വെളുത്തുള്ളി ഇഞ്ചി കൂടെ ചതച്ച് ആ ഗ്രൈൻഡറിനകത്ത് കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തോട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് വാഷ് ചെയ്തിട്ട് ആ വെള്ളം അതിനകത്തോട്ട് ഒഴിച്ചു. അതൊന്ന്
ചൂടായി വരണം. അത് ചൂടായി വന്ന ശേഷം ചൂടായി അപ്പോൾ ഞാൻ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ബീഫ് അതിൻ്റെ വെള്ളം ഒട്ടും ഇല്ലാതെ, വെള്ളം എന്ന് പറയുന്നത് മുഴുവൻ ഫാറ്റാണ്, അപ്പോൾ അതുകൊണ്ട് ആ വെള്ളം ഒട്ടും ഇല്ലാതെ ഇങ്ങനെ ഒരു സ്പൂണിനകത്ത് അതിനകത്ത് ഇറച്ചി മാത്രം കോരി അതിനകത്തോട്ട് ഇടുക. വെള്ളം നമ്മൾക്ക് പട്ടിക്ക് സൂപ്പ് ഭയങ്കര ഇഷ്ടമാണ്. അത് നല്ലപോലെ ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് അരപ്പെല്ലാം ഇറച്ചിയെല്ലാം പിടിക്കത്തക്കവണ്ണം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പുണ്ടോയെന്നോ ഒന്ന് നോക്കിയിട്ട് ഇതിനകത്തോട്ട് കുറച്ച് വിനിഗർ, സിന്തറ്റിക് വിനഗറാണ്, ആപ്പിൾ സൈഡർ വിനഗർ ഉണ്ടെങ്കിൽ നല്ലതാണ്, പക്ഷേ വെറും വിനിഗറാണ് ഒഴിച്ചിരിക്കുന്നത്. തക്കാളിക്ക് ഇടുന്നുണ്ട്, എന്നാലും ഇച്ചിരി വിനീഗറും കൂടെ ഒഴിക്കുമ്പോൾ അത് ഇച്ചിരി കൂടെ സോഫ്റ്റ് ആകും. ഇനി ഇത് അങ്ങനെ അവിടെ വെച്ച് അടച്ച് വെച്ചിട്ട് ഏകദേശം നല്ല പോലെ അതിനകത്തു നിന്നുള്ള വെള്ളം എല്ലാം ഒന്ന് പറ്റി ഒന്ന് നല്ല ടോസ്റ്റ് പോലെ ആകുന്നത് ചെറിയ തീയിലൂടെ വെച്ചേക്കാം. ഇനി ഇതിനകത്ത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ഇറച്ചിക്കകത്തെ വെള്ളമാണ്, ഒട്ടും വെള്ളമില്ലാതെ വെച്ചതാണ്. കണ്ടോ, ഇത്രയും വെള്ളമുണ്ട്. ഇതിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് പട്ടിക്ക് ഞാനിവിടെ വെച്ചിട്ടുണ്ട്, അടുപ്പയിൽ അരി ഇട്ട് വെച്ചിട്ടുണ്ട്, അതിനകത്ത് ഒരു സ്റ്റവ് ഇട്ടിട്ടുണ്ട്, അതിനകത്തോട്ട് ഈ വെള്ളം ആകുമ്പോൾ അപ്പോൾ ആ കുടിച്ചിൻ്റെ വെള്ളം കൂടെ ആകുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റായിട്ട് ഒരു ബിരിയാണി പോലെ കിട്ടും. അപ്പോൾ അവർക്ക് അതിനെയാണ് ഇഷ്ടം. അവർ സാധാരണ ഈ വെള്ളയരി കഴിക്കാറില്ല. ഞങ്ങളിവിടെ എല്ലാവരും ചേർക്കുന്നത് ചോറുണ്ണുന്നത് വെള്ളയും ചോദിക്കുന്നത്, അത് പട്ടികൾ കൊണ്ട് ശീലമായി പോയി ചോദിക്കും ബ്രൂണായി. പിന്നെ എനിക്ക് 3 പൂച്ചക്കുഞ്ഞുങ്ങളുണ്ട്, അതിലിപ്പോൾ തീരെ കുഞ്ഞുങ്ങൾ 1.5 മാസമായതുകൊണ്ട് അവർക്ക് വെറും വെള്ളവും വെറും റൈസ് മാത്രമേ വെച്ച് കൊടുക്കാറ്. വേറെ അരപ്പോ കാര്യങ്ങളോ കറികളോ ഒന്നും ചെയ്താൽ അതൊന്നും കഴിക്കത്തില്ല. കുട്ടികൾ വലുതാകുമ്പോൾ കഴിക്കുന്നതൊക്കെ കുറച്ച് ഞാനിപ്പോൾ അത് അരപ്പൊക്കെ ഇട്ട് റെഡിയാക്കി ചെറിയ തീയിൽ ഒരു 10 മിനിറ്റ് വെച്ചു. അപ്പോൾ ഏകദേശം അതിനകത്ത് വെള്ളമൊന്നും ഇറങ്ങാനില്ലായിരുന്നു, എങ്കിലും എല്ലാം ഒന്ന് ഇറങ്ങി ഒരു നല്ല ഗ്രേവിയൊന്നും അധികം ഇല്ല, എന്നാൽ ഡ്രൈയും അല്ല, അങ്ങനത്തെ ഒരു രീതിയിൽ വന്നിട്ടുണ്ട്. ഞാൻ ഈ സമയം ഇങ്ങനെ തന്നെ നിർത്തിയിട്ടാണ് കഴിക്കാറുള്ളത്. പിന്നെ വേണ്ടിയവർക്ക് ഇതിനകത്ത് ഓപ്ഷനുണ്ട്. ഇതിനകത്തോട്ട് സെർവ് ചെയ്യുമ്പോൾ എടുത്താലും മതി. സെർവ് ചെയ്യുമ്പോൾ ഓരോ പ്ലേറ്റിനകത്തോട്ട് കുറച്ച് ആവശ്യമുള്ള എടുത്തിട്ട് അതിനകത്തോട്ട് സവോള അരിഞ്ഞ് വേണമെങ്കിൽ ഇടാം. ഒരു ടൊമാറ്റോ അധികം പഴുത്തു പോകാത്ത ഒരു മീഡിയം പഴുപ്പുള്ള ടൊമാറ്റോ കൂടെ അരിഞ്ഞ് അതിൻ്റെ മുകളിലിട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ഹോട്ടൽ സ്റ്റൈലിൽ വേണമെങ്കിൽ കഴിക്കാം. നമുക്ക് അതൊന്നും വേണ്ടാത്തത് കൊണ്ടും എണ്ണ അധികം വേണ്ടാത്തത് കൊണ്ടും അതൊന്നും നമ്മൾ ഉപയോഗിക്കാറില്ല. ഇതിങ്ങനെ തന്നെയാണ്, ഈ ട്രൈയിലാണ് നമ്മൾ എടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിഞ്ഞു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എന്തെങ്കിലും കുഴപ്പങ്ങളോ കുറവുകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണുണ്ടോ? ബെല്ലൈക്കണും അമർത്താൻ മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോകളുമായിട്ട് ഞാൻ വരും. പുതിയ തമാശകളെ, പുതിയ എൻ്റെ അനുഭവങ്ങളെ എല്ലാം പുറകെ ഇന്നസെൻ്റ് കഥകൾ പോലെ പുറകെ വരുന്നതായിരിക്കും.